എനിക്ക് മുമ്പ് ശക്തിയോടെ ദൈവത്തിന് വചനം പ്രസംഗിച്ച കർത്താവിൻ്റെ അഭിഷിക്ത ദാസി സാറ ജോർജ് അവരുടെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്വാഗതം ചെയ്യുകയാണ്. ഒരു കാലത്ത് സിംഗജനമായിരുന്നു മേരിക്കോ. ആ ദൈവദാസിയുടെ സന്താനങ്ങൾ യേശുവിനോട് നിൽക്കുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. ഒരു സുവിശേഷകന് ഏത് കാലഘട്ടത്തിലും ജനത്തോട് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സുവിശേഷ പ്രസംഗം ദൈവകൃപയിൽ ജീവിക്കുന്ന ഇടമക്കളാണ്. ദൈവം നമ്മെ അനുഗ്രഹിച്ചത് തെളിവ് നമ്മുടെ കെട്ടിടത്തിൻ്റെ വലിപ്പമല്ല, നമ്മുടെ കാറിൻ്റെ വിലയല്ല, നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല. ദൈവം നമ്മെ അനുഗ്രഹിച്ചത് തെളിവ് നാം സേവിക്കുന്ന ദൈവത്തെ നമ്മുടെ തലമുറ സേവിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിച്ചത് തെളിവ് നാം എടുത്ത വിശുദ്ധ വേദപുസ്തകം നമ്മുടെ സന്താനം എടുക്കുന്നതാണ്. എത്രയൊക്കെ ശക്തിയുള്ള ദൈവത്തിന് സ്തോത്രം. ഈ രാത്രിയിൽ ഞാൻ പ്രസംഗിപ്പാൻ തയ്യാറായി വന്ന മെസ്സേജ് മറ്റൊന്നായിരുന്നു. എന്നാൽ ഇതിനകത്ത് ദൈവാത്മാവ് സംസാരിപ്പാൻ പറയുന്നത് ഈ ദൈവദാസി പ്രസംഗിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടായിരിക്കുക. വളരെ ദിവസങ്ങളായി ഞാൻ പ്രസംഗത്തിലായിരുന്നു, വളരെ ക്ഷീണിതനാണ്, ശബ്ദം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് സംസാരിക്കും. വളരെ പലപ്പോഴും ഞാൻ പറയാറുള്ളൊരു വാക്യമാണ് ഇപ്പോൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാ പ്രവചനന്റെ പുസ്തകം 59-ാം അധ്യായം 21-ാം വാക്യം. ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. യെശയ്യാ ചാപ്റ്റർ 59. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, രാത്രിയുടെ നിശ്ശബ്ദതയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ ഞങ്ങൾ വാഴ്ത്തുന്നു. ഈ രാത്രി വായിച്ച വേദഭാഗത്തൂടെ നിങ്ങളുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിപ്പാൻ പോയാൽ സ്തോത്രം. അവിടെ നിങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിപ്പാൻ പോയാൽ സ്തോത്രം. അവിടുത്തെ കരം ഇന്ന് രാത്രി ഞങ്ങളെ തൊടുവാൻ പോയാൽ സ്തോത്രം. ഞങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഞങ്ങളുടെ സന്താനങ്ങളുടെ വ്യാപരിക്കട്ടെ കർത്താവേ. ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം ഞങ്ങളുടെ തലമുറയെ അനുഗ്രഹിപ്പാൻ പോയാൽ സ്തോത്രം. പ്രാർത്ഥന നമിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്യാം. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവയെ വിളിച്ചിരുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനവും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ വേദപുസ്തകത്തിൽ ഏകദേശം 3000-ഓളം പ്രാവശ്യം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നുണ്ട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുവാൻ കഴിവുള്ളവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. എന്റെ ദൈവം പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുവാൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തമ്പുരാൻ പറഞ്ഞാൽ ഒബാമ പറയുന്ന പോലെയല്ല, ക്ലിന്റൺ പറയുന്ന പോലെയല്ല, വാജ്പേയി പറയുന്ന പോലെയല്ല, സോണിയാജി പറയുന്ന പോലെയല്ല. അവർ പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുവാൻ കഴിവുള്ളവരാണ്. ഇന്ന് 11:59 ഒരു കാറ്റിവിടെ അടിക്കുമെന്ന് പറഞ്ഞാൽ ആ കാറ്റിവിടെ അടിച്ചിരിക്കും. ഇവിടുത്തെ ഗവർണർക്ക് തടയാൻ ഒക്കത്തില്ല. 12:10 2 മിനിറ്റ് ഇവിടെ കുലുക്കുമെന്ന് തമ്പുരാൻ പറഞ്ഞാൽ ഇവിടെ കുലുങ്ങിയിരിക്കും. അവൻ നെബൂഖദ്നേസർ നോക്കി നെബൂഖദ്നേസറിനെ കാളയെ പോലെ പുല്ല് തീറ്റിക്കും എന്ന് പറഞ്ഞാൽ ഏത് സിംഹാസനത്തിലിരുന്നാലും ചെവിക്ക് പിടിച്ചിറക്കി പുല്ല് തീറ്റിക്കുവാൻ അവൻ ശക്തനാണ്. അവൻ ഫറവോനെ നോക്കി ഫറവോനെ നീ ചെങ്കടൽ കടക്കില്ലെന്ന് പറഞ്ഞാൽ ഫറവോൻ ചെങ്കടൽ കടക്കില്ല. ഇന്ന് രാത്രി ഹോളിൽ വന്ന ദൈവവിധനെ നിന്നെ നോക്കി അവൻ വിടുവിക്കും എന്ന് പറഞ്ഞാൽ വിടുവിക്കും. സൗഖ്യമാക്കും എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി പുത്തൻ വഴികൾ തുറക്കുമെന്ന് പറഞ്ഞാൽ അവൻ തുറക്കുവാൻ ശക്തനായ ദൈവമാണ്. എത്ര പേർക്ക് വിശ്വാസത്തോടെ ശക്തിയുടെ സ്തോത്രം പറയും. എനിക്ക് ആ മൈക്ക് ശരിയാകുന്നില്ല, ഞാൻ ഇതൊന്നും എടുക്കുകയാണ്. നോക്കട്ടെ, ഇതൊന്നും നോക്കി. ഇന്നലെ ഞാൻ ഇതിലെ പ്രസംഗിച്ചത് ബുദ്ധിമുട്ട്. പ്രൈസ് ലോർഡ്. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പറഞ്ഞതും കൂടി ആവർത്തിക്കുന്നു.
ദൈവം നമ്മെ അനുഗ്രഹിച്ചെടുത്തത് നമ്മുടെ കെട്ടിടത്തിൻ്റെ വലിപ്പമല്ല, കാറിൻ്റെ വിലയല്ല, ബാങ്ക് ബാലൻസ് അല്ല. നീ സേവിക്കുന്ന ദൈവത്തെ നിന്റെ തലമുറ സേവിക്കുന്നു. നിങ്ങളുടെ മക്കൾ ഡോക്ടറാകുന്ന നല്ല കാര്യമാണ്, എഞ്ചിനീയറാകുന്ന നല്ല കാര്യമാണ്, വ്യവസായ പ്രമുഖനാകുന്ന നല്ല കാര്യമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഒരു നല്ല കാര്യമുണ്ട്. നിന്റെ കണ്ണടയും മുമ്പ്, നീ ലോകത്തോട് യാത്ര പറയും മുമ്പ്, നിന്റെ തലമുറ നീ സേവിക്കുന്ന ദൈവത്തെ സേവിക്കുന്നത്. മക്കൾ ഡോക്ടറാകുമ്പോൾ ദൈവത്തെ സ്തുതിക്ക്, എഞ്ചിനീയറാകുമ്പോൾ ദൈവത്തെ സ്തുതിക്ക്. എന്നാൽ തുടിക്കുന്ന ഹൃദയത്തോട്, തുളുമ്പുന്ന കണ്ണുകളോട് നീ ദൈവത്തെ സ്തുതിക്കണം. എപ്പോഴെന്നറിയാമോ? നീ ആരാധിക്കുന്ന ഹോളിൽ നിന്റെ മുമ്പിൽ വന്ന് നിന്റെ കുഞ്ഞ് അന്യഭാഷയിൽ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കുന്ന കാണുമ്പോൾ നിന്റെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകട്ടെ. യേഹോവയിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ് സഹോദര. യേഹോവയിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ് സഹോദരി. ഞാൻ പറയുന്ന വാക്യങ്ങളുടെ അടിയിൽ നിങ്ങൾ വരച്ചാലും തെറ്റില്ല, ഇതുവരെ വരച്ചിട്ടില്ലെങ്കിൽ. അത് മാത്രമല്ല, ഇന്ന് മുതൽ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. യെശയ്യാ ചാപ്റ്റർ 61 വേഴ്സ് 8. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം 8-ാം വാക്യം. യെശയ്യാവ് 61:8. ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരുടെ ശാശ്വത നിയമം ചെയ്യും. എന്താണ് ആ നിയമം? ജാതികളുടെ മധ്യത്തിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യത്തിൽ അവരുടെ പ്രതിയെയും തിരിച്ചറിയും. ദൈവം നിനക്ക് നിയമം 2 നില കെട്ടിടം തരാമെന്നോ ഇവിടുത്തെ ഏറ്റവും വില കൂടിയ കാറ് തരാമെന്നോ ഒന്നുമല്ല. പിന്നെന്താ അടുത്ത വാക്യം? എന്താണ് ആ നിയമം? അടുത്ത വാക്യം വായിച്ചാട്ട് വായിക്കേ. ജാതികളുടെ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യത്തിൽ അവരുടെ പ്രജയെയും അറിയും. അടുത്തത് എങ്ങനെ അറിയും? അവരെ കാണുന്നവരെല്ലാം ഇവനെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവന്റെ സന്തതി എന്ന് പറയും. ഉടുതുണിക്കും മറുതുണിയില്ലാതെ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചവരുടെയൊക്കെ സന്താനങ്ങളെ ദേശത്ത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ കാണുന്നവരൊക്കെ പറയാൻ തുടങ്ങി, ഇന്നാരെ നോക്ക്, ഇന്നാരെ നോക്ക്, ഇവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവന്റെ സന്തതിയാണ്. എത്രയോ വാ തുറന്ന് കരമുയർത്തി ദൈവത്തിന്റെ സ്തോത്രം പറയാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 13-ാം വാക്യം. അരക്കപ്പ് പായസം കൊടുത്ത് അച്ചാച്ചനെയും ആട്ടിറച്ചി കൊടുത്ത് അപ്പച്ചനെയും കളിപ്പിരുകാനായി യാക്കോബ് അമ്മാച്ചന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ലൂസ് എന്ന സ്ഥലത്ത് വെച്ച് സ്വർഗത്തിലെ ദൈവം അവന് പ്രത്യക്ഷനായി. അവിടെ വെച്ച് തമ്പുരാൻ അവനോട് പറയുന്ന ചില പദങ്ങളുണ്ട്. 28-13 വാക്യം. 28-13 വേഗത്തിൽ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 13-ാം വാക്യം. എന്താണ് പറയുന്നത്? യഹോവ നിന്നെ അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവം. അടുത്തത് ഇസ്ഹാക്കിന്റെ ദൈവം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, മോനെ യാക്കോവേ, നിനക്കെന്നെ അറിഞ്ഞുകൂടാ, ഞാൻ ആരാന്ന് നിനക്കറിയാമോ? ഞാൻ നിന്റെ വല്യപ്പച്ചന്റെ ദൈവമാണ്. എത്ര വേണ്ട വായിന്ന് സ്തോത്രം വരുമെന്ന് രാവിലെ. ഞാൻ നിന്റെ പപ്പായുടെ ദൈവമാണ്. യാക്കോബേ, നിനക്കെന്നെ അറിഞ്ഞുകൂടാ, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഒന്നുമില്ലായിൽ നിന്ന്, കൽദൈവട്ടണമായ ഊരിൽ നിന്ന് നിന്റെ വല്യപ്പച്ചനായ ഹല്ലേലൂയ അബ്രഹാമിനെ വിളിച്ചിറക്കിയ ദൈവമാണ് ഞാൻ. അവനെ വഴി നടത്തിയ ദൈവമാണ് ഞാൻ. ഞാൻ നിന്നെ നടത്തുവാനും ശക്തനായവനാണ്. യാക്കോബേ, നിനക്കെന്നെ അറിഞ്ഞുകൂടാ, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? മോറിയായുടെ ഉന്നതിയിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി ഒരു യാഗവസ്തുവായി മാറേണ്ട അവസ്ഥയിൽ നിന്റെ അപ്പനായ ഇസ്ഹാക്കിന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവം ഞാനാണ്. ഞാൻ നിനക്ക് വേണ്ടിയും പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, വല്യപ്പച്ചന്റെ ദൈവം, അപ്പച്ചന്റെ ദൈവം, എന്റെ ദൈവം.